ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ മാസം സ്റ്റാർട്ട് ചെയ്തു 17-ാം തീയതി, അതായത് പകുതി കഴിഞ്ഞ്. എന്താണ് ഈ മാസത്തിൽ നടന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സൈഡ് വേ ട്രെൻഡ്, അതായത് ഇതേപോലത്തെ ഒരു ട്രെൻഡ് ഈ മന്തും നെക്സ്റ്റ് മന്തും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ 4000 എന്നുള്ള ഒരു പൊസിഷൻ, ഒരു സ്ട്രോങ് പൊസിഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രൈസ് മുകളിലേക്കും പോകുന്നില്ല. നമുക്ക് നോക്കാം കഴിഞ്ഞ വീക്ക് എന്താണ് നടന്നത്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഇപ്പം ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക് ഒരു ബുള്ളിഷ് ആയിരുന്നു, പക്ഷെ അത്ര സ്ട്രോങ് ബുള്ളിഷ് ഒന്നുമല്ല. ഇനി പ്രൈസ് താഴേക്ക് തന്നെ പോന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു 5 ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ ട്രെൻഡിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഒരു ബിയറിഷ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സൈഡ് വേ ട്രെൻഡ്. എന്നാൽ പ്രൈസ് ബുള്ളിഷാണ്. നമുക്ക് ബൈ ഓർഡേഴ്സ് എവിടെയൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് നല്ല റിയാക്ഷനും കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെയിലേക്ക് നോക്കാൻ കഴിഞ്ഞ 5 ദിവസമായിട്ട് പ്രൈസ് എന്താണ് ചെയ്തത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ആദ്യത്തെ 3 ദിവസം പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നു. അതിനുശേഷം 2 ദിവസം പ്രൈസ് ബിയറിഷിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് ഡേയുടെ ഒരു ഡിസിഷൻ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഈ ഡിസിഷൻ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റേർണൽ നോക്കണമെങ്കിൽ ഇവിടെ ഇൻറ്റേർണൽ ഐഡിയം ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റേർണലിൽ നമ്മളൊരു ഓർഡർ ഫ്ലോ നോക്കിയായിരുന്നു. അതായത് നമ്മളൊരു സൈഡ് വേ ട്രെൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ഐഡിയം എടുക്കാതെ പ്രൈസ് ഒരു ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഓർഡർ ഫ്ലോയിലൊക്കെ പ്രൈസ് വന്ന് പോകാൻ സാധ്യതയുണ്ട്. അല്ല, മെയിൻ സ്ട്രക്ചറിലാണെങ്കിൽ പോലും പ്രൈസ് ചിലപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യാതെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്ന് പ്രൈസ് പോകും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് കയറിപ്പോകാൻ സാധ്യത. അതായത് ഇന്നേ വരെ നമ്മളെ ഒരു ട്രാപ്പാണെന്ന് ചിന്തിച്ച പല പൊസിഷൻസും എന്തായിരിക്കും പ്രൈസ് റിയാക്ട് ചെയ്ത് പോകുന്നത്. അത് സൈഡ് വേ ട്രെൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ് ബുള്ളിഷിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ സൈഡ് പരമാവധി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു 80% നിങ്ങൾ ബൈ സൈഡ് തന്നെ നിൽക്കുക. എന്നാൽ സെല്ല് കിട്ടുന്ന പൊസിഷനിലൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ പ്രൈസ് ഈ ഇറങ്ങി വന്ന സമയത്ത് ഞാനൊരു മൺഡേ ഒക്കെ ആകുമ്പോഴേ പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് റീച്ച് ചെയ്യുമെന്നാണ് വിചാരിച്ചത്, ഓർഡർ ഫ്ലോയിലേക്ക് റീച്ച് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രൈസ് ഫ്രൈഡേ തന്നെ വന്ന് നമ്മുടെ ആ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് ട്രിഗർ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണ് ഇനി മൂവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഡേയുടെ ആകുമ്പോൾ നമുക്ക് 4 ഹവറിലൊക്കെ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് നോക്കാം. പക്ഷേ 4 ഹവറിൽ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. 4 ഹവറിൽ നമ്മൾ നോക്കണമെങ്കിലും ആ ഫ്രൈഡേ വന്നതിന് ശേഷം പ്രൈസ് ഒരു സൈഡ് വേയിലേക്ക് തന്നെയാണ് പ്രൈസ്. നമുക്ക് 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു സിംഗിൾ ക്യാൻഡിൽ, ആ സിംഗിൾ ക്യാൻഡിൽ റിയാക്ട് ചെയ്ത് തന്നെ ഇരിക്കണേ. എന്തൊരു പെർഫെക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. വീണ്ടും ചിലപ്പോൾ ഇതിൻ്റെ ലോ എടുത്തിട്ട് നെക്സ്റ്റ് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറുക. അപ്പോൾ ഇത് എത്രത്തോളം പോകാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റിയാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എടുത്ത് പ്രൈസ് ഇറങ്ങുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഏരിയ വരെ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വരെ 4130 വരെയൊക്കെ പ്രൈസ് കയറാം. പക്ഷേ പ്രൈസ് കയറാനൊക്കെ നോക്കുന്നുണ്ട്, അത് സ്ട്രോങ് പൊസിഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ ബൈയിങ് പ്രഷർ ഇല്ല. അതാണിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് മൺഡേ വന്നിട്ട് പ്രൈസ് വലിയ ബൈയിങ് പ്രഷർ ഇല്ല. പലപ്പോഴും അതായത് ആളുകൾ വന്നിട്ട് പരമാവധി പ്രൈസ് ഫ്രൈഡേ വീണത് കൊണ്ട് തന്നെ വീണ്ടും വീഴും എന്നുള്ള രീതിയിൽ നല്ലൊരു സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ ആയതുകൊണ്ട് തന്നെ അതൊരു റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ഈ ആഴ്ചയിലൊക്കെ പ്രൈസ് ഈ രീതിയിൽ തന്നെയാണ് പോകണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. അല്ലാത്ത സെല്ലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി നല്ലൊരു കൺഫർമേഷനൊക്കെ കിട്ടി നല്ലൊരു പൊസിഷനിൽ നിന്ന് മാത്രം എടുക്കുക. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറയുന്ന സെല്ലുകൾ നോക്കാനായിട്ട് നോക്കുക. അതേപോലെ നമുക്ക് ലിക്വിഡിറ്റി PO ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ്സുകൾ നോക്കാവുന്നതാണ്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അന്ന് പ്രൈസ് വന്ന് വീണ സമയത്ത് നമുക്കൊരു 50 മിനിറ്റിൻ്റെ OBയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. നല്ല റിയാക്ഷൻ തന്നായിരുന്നു. പക്ഷേ ആദ്യം നമ്മൾ ഒന്നാമത് ഫ്രൈഡേ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ട്രേഡ് എടുക്കണമെങ്കിൽ റിസ്ക്കാണ്. ഫ്രൈഡേ ആകുമ്പോൾ ഏഷ്യൻ ലണ്ടനിൽ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ ഇപ്പോൾ ആദ്യം നമുക്കിത് ഇവിടെ നല്ലൊരു കൺഫർമേഷൻ തന്നു. പക്ഷേ ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഇത് ലോ പ്രൊട്ടക്റ്റഡായി നിന്ന സമയത്ത് ഇവിടെ ഒരു നല്ലൊരു IFC ക്യാൻഡിൽ, പക്ഷേ നമ്മളിത് കണ്ടതാണ്, നല്ലൊരു IFC ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ പ്രൈസ് കയറിപ്പോൾ സാധ്യതയുണ്ട്. ലോ ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസ് അതേപടി തന്നെ കയറിപ്പോയി. നല്ലൊരു സെറ്റപ്പാണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ സെക്ഷനൊക്കെ ഓൺ ചെയ്തിട്ട് സെക്ഷനിൽ നിന്നൊക്കെ എന്തെങ്കിലും ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡുകളൊക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏഷ്യൻ കഴിഞ്ഞു, ലണ്ടനിൽ നിന്ന് നമുക്ക് ഏഷ്യനേക്കാളും മൂവ്മെൻറ്റ്സ് കുറവാണ് ഇപ്പോൾ ലണ്ടനിൽ. നേരത്തെ ആണെങ്കിൽ ലണ്ടനിലായിരുന്നു മൂവ്മെൻറ്റ്സ് കൂടുതൽ. ഇപ്പോൾ ഏഷ്യൻ തന്നെ ഏകദേശം 6 മണിക്കൂറാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അല്ലേ. നേരത്തെ ഇന്നാൾ വരെ 4 മണിക്കൂറായിരുന്നു, അതിനുശേഷം 5 മണിക്കൂറായി, ഇപ്പോൾ റീസെൻ്റ്ലി 6 മണിക്കൂറായി. അതായത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ്സുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളവരാണ്, നിങ്ങളൊരു ഫുൾ ടൈമറാണ്, നിങ്ങൾക്ക് മോർണിംഗ് ഒക്കെ ഒന്ന് ഫ്രീ ആണ്, അല്ല നിങ്ങൾ ഫുൾ ടൈമർ അല്ല, നിങ്ങളൊരു പാർട്ട് ടൈമർ ആണെങ്കിൽ മോർണിംഗ് ഒക്കെ ഒന്ന് ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ഏഷ്യൻ തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ്സ് കൂടുതലുള്ള ഏഷ്യൻ. ഇന്ന് $52 മൂവ്മെൻറ്റ്സ് ഉണ്ടായി. ഇപ്പോൾ ഇതിലൊക്കെ നോക്കണമെങ്കിൽ ചിലപ്പോൾ $15-20 മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ
ഇതിൻ്റെ ഡബിൾ ഏകദേശം ലണ്ടൻ്റെ ഡബിൾ ഏകദേശം ഏഷ്യനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ന്യൂയോർക്കിലും മൂവ്മെൻറ്റ്സ് ചില സമയത്ത് ഉണ്ടാവും, പിന്നെ ചില സമയത്ത് അങ്ങനെ തന്നെ നിൽക്കുന്ന കാണാം. അപ്പോൾ ഏഷ്യനിലൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതേ ട്രേഡുള്ളത് നമുക്ക് നെക്സ്റ്റ് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് നോക്കാം. എന്താണ് ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മന്തിലേക്ക് വരാം. മന്തിൽ എന്താണ് സംഭവിച്ചിരിക്കണതെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പൗണ്ട് ഇപ്പോൾ എനിക്കൊന്നുള്ള ഒരു പൊസിഷനിൽ വന്നു. നമ്മളുടെ ഡേയുടെ ഒരു ബിയറിഷ് ഓബിയിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് വന്നു. അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ടാർഗറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ പ്രൈസ് നിൽക്കണേന്. നമുക്ക് ഈ മന്ത് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത്. എന്നാൽ നല്ലൊരു ബിയറിഷിലേക്ക് പ്രൈസ് പോയിട്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് നോക്കണമെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഇത് നോക്കണമെങ്കിൽ ഒരു നല്ലൊരു IFC ക്യാൻഡിൽ വന്നു. നെക്സ്റ്റ് വീക്ക് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ പ്രൊട്ടക്ഷൻ നിന്നു. അപ്പോൾ ഇനി ഈ ലോ പെട്ടെന്ന് ഫെയിലാകില്ല, ഇതൊരു ലോങ് പൊസിഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് വരെ ചിലപ്പോൾ തിരിച്ച് കയറാനുള്ള സാധ്യത. പക്ഷേ പ്രൈസ് നല്ല ബിയറിഷിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും കയറി വരുമ്പോഴത്തേക്കും സെല്ലിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സെല്ലെടുക്കുക, കിട്ടുന്ന ബൈയും എടുക്കുക. രണ്ടും പ്രീവിയസ് ലോ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസം നടന്നത് ഈ ഒരു മൂവ്മെൻറ്റ്സാണ്. ബൈയും സെല്ലും നടന്നിട്ടുണ്ട്. ഏകദേശം 3 ദിവസം ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടെങ്കിലും അതിലൊക്കെ നല്ല ബൈയിങ് കാണുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, അതിലൊക്കെ നല്ല ബൈയിങ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബൈയും സെല്ലും നിങ്ങൾ നോക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇല്ല. നമ്മുടെ ഈ ഓരോ OBയിലേക്കൊക്കെ വന്നെ കണ്ടോ, ഇപ്പോഴും പലപ്പോഴും ഈ OBയിലേക്കൊക്കെ വന്നു പ്രൈസ് ഇങ്ങനെ റിയാക്ട് ചെയ്ത് നിൽക്കണേന്. നമുക്ക് 1 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 1 ഹവറിൽ നമുക്ക് വേറെ ആ OBയിലേക്ക് വരികയാണെങ്കിൽ എടുക്കുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് സെക്ഷനും പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് ബൈയും സെല്ലും നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നേരെ യൂറോയിസ്റ്റിയിലേക്ക് പോകാം. യൂറോയിസ്റ്റിയിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സെറ്റപ്പിൽ ഇപ്പോൾ നമുക്ക് ട്രേഡ് ഉണ്ട്. നമുക്ക് കറൻസിയിലൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ സെറ്റപ്പിലൊക്കെ കറൻസിയിലൊക്കെ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ട്രേഡുകളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ഒരു 3-4 ട്രേഡ് നിങ്ങൾക്ക് നമ്മുടെ സെറ്റപ്പിൽ ഡെയിലി എടുക്കാം. അതും നല്ല കൺഫർമേഷനിൽ സ്റ്റോപ്പ് ലോസ് പോലും അധികം കുറവായിരിക്കും. എന്നാൽ ഇച്ചിരിയും കൂടി നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ലോണം ഒരു വർഷമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ട്രേഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുത്ത് പോകാവുന്നതാണ്. നിങ്ങൾക്ക് അത്രയും സിമ്പിളാണ്. എസ്പെഷ്യലി ബ്രിട്ടീഷ് പൗണ്ട് മറ്റുള്ള കറൻസിനേക്കാൾ ഇച്ചിരി കൂടി പാടാണെന്ന് പലരും പറയും. പക്ഷേ മറ്റുള്ള കറൻസിനേക്കാളും കുറച്ചും കൂടി മൂവ്മെൻറ്റ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് നോക്കാം. കഴിഞ്ഞ വീക്ക് എന്താണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്രൈസ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. നമുക്കിവിടെ വേറെ ഇതിലുള്ള ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻസൈഡാണ്. അപ്പോൾ നമുക്കിതൊരു IFC ക്യാൻഡിൽ ഫോം ചെയ്തിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രൈസ് നല്ലൊരു റേഞ്ചിലാണ്. വീക്ക് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കണേ. ഡെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാവും ഈ OBയിലേക്ക് പ്രൈസ് വന്നില്ല. ഈ ഒരു സംഭവമാണ് ഇനി ഗോൾഡിലും കൂടുതൽ വരാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു ഓർഡർ ഫ്ലോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്തിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് പ്രൈസ് കയറുന്നത് തന്നെയായിരിക്കും. ലിക്വിഡിറ്റി PU എന്നുള്ള റിയാക്ഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ റിയാക്ഷൻസ് വരും. നമ്മൾ പലപ്പോഴും പ്രൈസ് റിയാക്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന പല പൊസിഷനിൽ നിന്നും പ്രൈസ് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 4 ഹവറിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ 4 ഹവറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവം കാണും. ഇവിടെ ഒരു പ്രൈസ് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ 4 ഹവറിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. 4 ഹവറിൽ ഇത് കണ്ടോ, ഈ ഹൈ ടു ലോ കണ്ടോ, ഈ ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്തു. ആ ഒരു പൊസിഷനിലേക്കാണ് പ്രൈസ് വന്ന് കയറിയിരിക്കുന്നത്. അതായത് ഒരു പ്രൈസ് എന്ത് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയിൽ വന്ന് ട്രിഗറായി അവിടെ നിന്ന് നേരെ പ്രൈസ് കൺഫർമേഷൻ തന്ന് കയറിപ്പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഓർഡർ ഫ്ലോയിൽ നിന്ന്. അതായത് പ്രൈസ് നമ്മുടെ ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് കയറിട്ട് വന്നിട്ട് ബുള്ളിഷിൽ ഓർഡർ ബ്ലോക്കിൽ വരാതെ ബുള്ളിഷിൻ്റെ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഓർഡർ ഫ്ലോയൊക്കെ നിങ്ങൾ വരച്ചില്ല എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഹയർ ടൈം ഫ്രെയിമിൻ്റെയൊക്കെ നിങ്ങൾ ഡ്രോ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡർ ബ്ലോക്കിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രൈസ് അവിടെ നിന്നൊരു കൺഫർമേഷൻ തന്ന് കയറിപ്പോകുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഏത് പേരിലാണ് മെയിനായിട്ട് ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് വരച്ച് വെക്കണം. ഞാൻ എന്തായാലും ഓർഡർ ഫ്ലോയിൽ നമ്മുടെ ഗോൾഡിൽ വരെ ട്രേഡ് ചെയ്യുന്നതാണ്. അടിപൊളി ട്രേഡുകളൊക്കെ നമുക്ക് അതൊക്കെ കിട്ടും. അത് മിസ് ചെയ്യരുത്. നമ്മൾ വരച്ചില്ല എന്നെങ്കിൽ നമുക്ക് കൂടുതലും മിസ്സാകുന്നത്. പിന്നെ നമുക്ക് 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ 1 ഹവറിലും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു പൊസിഷനിൽ നിന്നാണ് പ്രൈസ് ആ ഒരു ഫസ്റ്റ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് പതിയെ കഴിഞ്ഞ് സെല്ലിലേക്കും ബൈയിലേക്കും പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഇച്ചിരി സ്ലോ ആയിരിക്കും. എന്നാലും ബൈ സെല്ലും നോക്കാം. ബൈ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ട്രേഡ്സുകൾ നോക്കാവുന്നതാണ്. നമുക്ക് നേരെ മന്തിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളറിലും കറൻസികളിൽ ഏകദേശം എല്ലാം ഒരേ ട്രേഡ് തന്നെയാണ്. ഇപ്പോൾ ഈ മന്ത് ഒരു ബിയറിഷാണ്. കഴിഞ്ഞ മന്തും ഒരു നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു.
നമുക്ക് നേരെ വീക്കിലേക്ക് വരാം. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷിലേക്ക് കാണാം. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ നല്ല സൈഡ് വേ ട്രെൻഡ് ആണ് അല്ലേ. ഒരു മെയ്യൊക്കെ മുതൽ ഈ ഒരു പൊസിഷനിൽ തന്നെ പ്രൈസ് ഉണ്ട്. എന്നാൽ ഒരു ബുള്ളിഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്നാൽ വലിയ കാര്യമായിട്ട് എത്തുന്നില്ല, നമ്മുടെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഇപ്പോൾ പ്രൈസ് ഇത്രയൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി തന്നെയാണെങ്കിൽ ഇത് ചിലപ്പോൾ ജസ്റ്റ് റിയാക്ട് ചെയ്ത് ഫെയിൽ. പക്ഷേ ഇപ്പോൾ ഈ പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ട് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് നിൽക്കണേണ്. ഈ രീതിയിൽ നേരെ വന്ന് കയറണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം സെല്ല് തന്നെ എടുക്കുക. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു സെല്ലാണ് കണ്ടോ. ഇവിടെയും പ്രൈസ് ഈ പറയുന്ന ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് പ്രൈസ് പോകണം. ഇത് നമുക്ക് ഡേയുടെ നമുക്ക് നോക്കണമെങ്കിൽ ഡേയുടെ ഇത് നമുക്ക് കറൻസിയിൽ നമ്മൾ പറയുമ്പോൾ ഡേയുടെ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് കയറിപ്പോയേക്കുന്നത്. അതായത് എക്സ്ട്രീം മൊബൈയുടെ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് കയറിയേക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വരുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വരില്ല, അത് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സൊക്കെ കറൻസികളിലൊക്കെ നമുക്കിപ്പോൾ കാണുന്നത് അത് ഇനി ഗോൾഡിലും കാണാവുന്നതാണ്. ഞാൻ ഗോൾഡിൽ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും 4 ഹവറിലും പ്രൈസ് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ വയ്യും. സെല്ലും നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കണമെങ്കിൽ ഈ ലോയ്ക്ക് പ്രൈസ് ഇത് നമുക്ക് ഐഡിയമായിട്ട് എടുത്തു, ഇത് നമുക്ക് OB ആയിട്ട് എടുത്തു. ഇപ്പോൾ ഇൻസൈഡാണ്, അപ്പോൾ നമുക്ക് ഇത് ഐഡിയമായിട്ട് എടുത്ത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് പ്രൈസ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യണലൊക്കെ നോക്കി നിങ്ങൾക്ക് ഹൈ ടൈം ഫ്രെയിമിൽ ഇന്ത്യണലൊക്കെ നോക്കി ബൈയും സെല്ലും നോക്കാം. ഞാൻ 2 സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ പറയുമ്പോൾ ഹൈ ടൈം ഫ്രെയിം ഇന്ത്യണൽ ഓർഡർ ഫ്ലോയിലോ ഇന്ത്യണൽ ഐഡിയമോ അല്ലെങ്കിൽ ഇന്ത്യണൽ ഓർഡർ ബ്ലോക്കോ ഒക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് 2 ഏരിയയിലേക്കും നോക്കാം. പക്ഷേ ആ റിയാക്ഷനൊക്കെ ഹൈ ടൈം ഫ്രെയിമിൻ്റെ ഇതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈമിലുള്ള റിയാക്ഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2 ഏരിയയിലേക്കും പ്രൈസ് പോകുന്നുണ്ട്. ഒരു സൈഡ് വേ ട്രെൻഡാണ്. അപ്പോൾ ഹൈ ടൈം ഫ്രെയിമിൽ ഓർഡർ ഫ്ലോയും അതേപോലെ ഓർഡർ ബ്ലോക്കൊക്കെ നോക്കി ഇന്ത്യണലൊക്കെ നോക്കി ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ലോങ് ടൈം ട്രേഡ് ചെയ്തിട്ട് ചെറിയ ട്രേഡുകളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലിക്വിഡിറ്റി പികളുടെ ട്രേഡുകൾ നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക.